നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുതിയ കാലത്ത് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ മാത്രമല്ല, മനുഷ്യരും അരുമ മൃഗങ്ങളും തമ്മിലുള്ള വൈകാരിക ബന്ധങ്ങളും മനഃശാസ്ത്ര വീക്ഷണത്തിലൂടെ പഠന വിധേയമാക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം കുട്ടികളില്ലാത്ത ദമ്പതികൾ, കുട്ടികൾ വേണ്ടെന്ന് വെക്കുന്നവർ, കുട്ടികൾ വൈകി മതിയെന്ന് തീരുമാനിക്കുന്നവർ തുടങ്ങി പ്രായമായവരും പുതിയ കാലത്തിന്റെ രീതികൾ പലതാണ്. ഒപ്പം മുതിർന്നവർ, പൗരന്മാർ, ജോലിയിൽ നിന്ന് വിരമിച്ചവർ, ജീവിത പങ്കാളി നഷ്ടമായവർ, മക്കൾ മാറി താമസിക്കുന്നത് കൊണ്ട് ഒറ്റപ്പെട്ടവർ എന്നിങ്ങനെ ജീവിതത്തിന്റെ ഏകാന്ത തുരുത്തുകളിൽ അകപ്പെടുന്ന പലർക്കും ഇന്ന് അടുത്ത സുഹൃത്തുക്കൾ നായ്ക്കളും പൂച്ചയും വളർത്തു പക്ഷികളുമാണ്. ഇവിടെ പറയാൻ പോകുന്ന കാര്യം യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. ഭോപ്പാലാണ് ഇത് നടക്കുന്നത്. മനുഷ്യനും വളർത്തു മൃഗവും തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാകണം എന്നതിന് ഹൃദയഭേദക ഉദാഹരണമായി മാറുകയാണ് മധ്യപ്രദേശിലെ ബേത്തൂളിൽ നിന്നുള്ള സംഭവം. 15 വർഷമായി യജമാനൊപ്പം നിഴലായി കഴിഞ്ഞിരുന്ന വളർത്തുനായ ഉടമയുടെ അവസാന യാത്രയിലും ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ വിലാപയാത്രയ്ക്കിടെ കുഴഞ്ഞു വീണ് അതും മരിച്ചതാണ് നാട്ടുകാരെ കണ്ണീരിൽ അഴുത്തിയിരിക്കുന്നത്. അതായത് ഉടമ മരിച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അരുമയായിട്ടുള്ള വളർത്തുമൃഗവും മരിച്ചിരിക്കുന്നു. ബേത്തൂൾ സ്വദേശിയായ പ്രദീപ് ജെയിൻ ദീർഘനാളത്തെ അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടതോടെയാണ് വികാരനിർഭരമായ സംഭവങ്ങൾക്ക് തുടക്കമായത്. പ്രദീപിന്റെ മരണവിവരം മനസ്സിലാക്കിയത് മുതൽ ഡുഗു എന്ന വളർത്തുനായ മൃതദേഹത്തിനരികിൽ നിന്ന് മാറിയില്ലെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. പ്രദീപിന്റെ ഭൗതിക ശരീരം വീട്ടിലെത്തിച്ച നിമിഷം മുതൽ കഴിഞ്ഞ 15 വർഷമായി കുടുംബത്തിലെ ഒരംഗത്തെ പോലെ കഴിഞ്ഞിരുന്ന ഡുഗു അങ്ങേയറ്റം അസ്വസ്ഥനായിരുന്നു എന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. രാത്രി മുഴുവൻ യജമാന്റെ അരികിലേക്ക് എത്താൻ ശ്രമിച്ച നായ തുടർച്ചയായി കുരച്ചുകൊണ്ട് തന്റെ സങ്കടം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. ഭക്ഷണവും വെള്ളവും പോലും ഉപേക്ഷിച്ച നായ രാത്രി മുഴുവൻ ഉടമയുടെ അരികിൽ കിടന്നിരുന്നു. തിങ്കളാഴ്ച അന്ത്യയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായി കുടുംബാംഗങ്ങൾ ഡുഗുവിനെ യജമാന്റെ അരികിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് വിലാപയാത്ര ആരംഭിച്ചപ്പോൾ മൃതദേഹ വാഹനത്തെ പിന്തുടർന്ന് ഡുഗുവും നടന്നു. ഏതാനും ദൂരം പിന്നിട്ടപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ നായയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഉടമയുടെ വേർപാട് താങ്ങാനാകാതെയായിരിക്കാം നായയുടെ ജീവൻ വിട്ടതെന്നാണ് പ്രദേശവാസികളും വിലയിരുത്തൽ. യജമാന്റെ വേർപാട് സൃഷ്ടിച്ച മാനസിക ആഘാതമാണ് ഡുഗുവിന്റെ മരണത്തിന് കാരണമായതെന്ന് കുടുംബവും വിശ്വസിക്കുന്നു. സംഭവം നാട്ടുകാരെ മാത്രമല്ല സോഷ്യൽ മീഡിയയും കണ്ണീരിൽ അഴുത്തിയിരിക്കുകയാണ്. മനുഷ്യരും വളർത്തുമൃഗങ്ങളും തമ്മിലുള്ള വിശ്വസ്തമായ സ്നേഹബന്ധത്തിന്റെ അപൂർവ ഉദാഹരണമാണെന്നാണ് പലരും പ്രതികരിക്കുന്നത്. ഉടമയുടെ സംസ്കാരം നടന്ന സ്ഥലത്തിന് സമീപം തന്നെ ഡുഗുവിനെയും കുടുംബം ആദരപൂർവ്വം സംസ്കരിച്ചു. സംഭവത്തിന്റെ ചിത്രങ്ങളും വിവരങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. കുഞ്ഞായിരിക്കുമ്പോഴാണ് ഡുഗു തങ്ങളുടെ വീട്ടിലെത്തുന്നതും പ്രദീപ് വീട്ടിലെത്തുന്നതും കാത്തിരിക്കുക, അദ്ദേഹത്തോടൊപ്പം മാത്രം ഭക്ഷണം കഴിക്കുക എന്നത് ഡുഗുവിന്റെ പതിവായിരുന്നു. പ്രദീപിന് അസുഖം വരുമ്പോഴൊക്കെ ഡുഗുവും ഭക്ഷണം കഴിക്കാതെ വിഷമിച്ചിരിക്കുമായിരുന്നു എന്നാണ് ദിലീപ് ജെയിന്റെ സഹോദരൻ പ്രദീപ് പറഞ്ഞിരിക്കുന്നത്. 15 വർഷത്തെ വിശ്വാസ്യതയ്ക്കും സ്നേഹത്തിനും ഒടുവിൽ ഇരുവരുടെയും അന്ത്യയാത്രയും ഒരുമിച്ചാക്കാൻ കുടുംബം തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പ്രദീപ് ജെയിന്റെ മൃതദേഹം ഹിന്ദു ആചാരപ്രകാരം സംസ്കരിച്ച ചടങ്ങുകൾക്ക് തൊട്ടു പിന്നാലെ ഡുഗുവിനും തൊട്ടടുത്ത് തന്നെ കുടുംബം ആദരവോടെ അന്ത്യവിശ്രമം ഒരുക്കിയത്. കണ്ണീരോടെയാണ് പ്രദേശവാസികളും ബന്ധുക്കളും ഈ വിശ്വസ്ത മിത്രത്തിന് വിട നൽകിയത്. സോഷ്യൽ മീഡിയയിലും ഈ സംഭവം ഇതിനകം വൻതോതിൽ ചർച്ചയായി കഴിഞ്ഞു. സ്നേഹത്തിന് വിശ്വസ്തതയ്ക്കും അതിരുകളില്ല എന്ന കുറിപ്പുകളോടെയാണ് ആയിരക്കണക്കിന് ആളുകൾ ഈ വാർത്ത പങ്കുവെക്കുന്നത്. നായ്ക്കൾക്കും അവരെ സ്നേഹിക്കുന്ന യജമാന്മാരോട് അളവറ്റ സ്നേഹവും വിശ്വസ്തതയുമുണ്ട്. ഭക്ഷണം നൽകുന്നത് കൊണ്ട് മാത്രമല്ല അവർ മനുഷ്യരുമായി വൈകാരികമായി അടുക്കുന്നത്. ശാസ്ത്രീയമായ പഠനങ്ങൾ പ്രകാരം യജമാന്മാരുടെ സാന്നിധ്യം നായ്ക്കളുടെ തലച്ചോറിലെ സന്തോഷം നൽകുന്ന ഭാഗത്തെ ഉണർത്തുന്നു. മനുഷ്യർക്കുള്ളതിന് സമാനമായ വികാരങ്ങളും വിചാരങ്ങളും നായ്ക്കൾക്കും ഉണ്ടാകുമെന്ന് ചിലർ പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും തലച്ചോറിന്റെ വികസനത്തിലും സാമൂഹിക ജീവിത വികാസത്തിലും മനുഷ്യക്കുട്ടികളിലും നായ്ക്കളിലും ഏറെ സമാനതകൾ കണ്ടെത്താൻ കഴിയും. മാത്രമല്ല നായ്ക്കുട്ടികളുടെ സാമൂഹിക ജീവിത വികാസ ഘട്ടങ്ങളിൽ ഉടമയുമായി ഉണ്ടാകുന്ന വൈകാരിക അടുപ്പം മനുഷ്യരിൽ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിന് തുല്യമാണ്. അതിനാൽ തന്നെ ചില സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള നായ്ക്കളും പട്ടിയും ഒരേ തരത്തിലുള്ള പെരുമാറ്റ വൈകല്യങ്ങൾ പ്രകടിപ്പിച്ചേക്കാം.
മാത്രമല്ല നായ്ക്കളെ അപേക്ഷിച്ച് പൂച്ചകൾ ഇത്തരം വൈകാരിക പ്രശ്നങ്ങളിൽ നിന്ന് മുക്തരാണ്. കാരണം പൂച്ചയ്ക്ക് ഉടമയുടെ ആശ്രിതത്വം കുറവാണ്. അവർ ഒറ്റകളാണ്. മനുഷ്യർ ഇണക്കി വളർത്തിയിട്ടും ഒറ്റയാൾ ജീവിതം എന്ന അവരുടെ സ്വഭാവ ശൈലി മാറിയിട്ടില്ല. പൂച്ച, നായ എന്നിവയെ അടിമകളായി തിരഞ്ഞെടുക്കുന്നവരിലും ഈ സ്വഭാവ വ്യത്യാസം കാണാം. നായയെ തിരഞ്ഞെടുക്കുന്നവർ വികാരജീവികളും ആശ്രിത മനോഭാവമുള്ളവരുമാണ്. അവർ ജീവിതത്തിൽ നല്ലൊരു കൂട്ടിന്റെ ആനന്ദം ആഗ്രഹിക്കുന്നവരാണ്. അതേസമയം കുറെ കൂടി സ്വതന്ത്രമായ ജീവിത ശൈലി പുലർത്തുന്ന മനുഷ്യർക്ക് പൂച്ചകളെയാണ് ഇഷ്ടമെന്നാണ് ഇതുമായിട്ട് പഠനങ്ങൾ നടത്തുന്നവരൊക്കെ തന്നെ പറയുന്നത്.